വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് അറേ ആയിരുന്നു. അറേ പിന്നെ വയല് ഡു വയല്. നമുക്ക് അറേയുടെ കുറച്ച് ടോപ്പിക്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഫസ്റ്റ് നമ്മൾ ചെയ്യണ പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൺലൈൻ GDB കമ്പൈലർ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബേസിക് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇത്ര ചെയ്താൽ മതി. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എക്ലിപ്സ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് GDB കമ്പൈലർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിക്ക കമ്പനീസിലും ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ഈ അറേ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും അവർ ചോദിക്കാം. ഓക്കെ, അറേ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ്, പിന്നെ നിങ്ങൾക്ക് ആ ലൂപ്പിന്റെ ക്വസ്റ്റ്യൻസ്, പാറ്റേൺ പ്രിന്റിങ്. പക്ഷേ പാറ്റേൺ പ്രിന്റിംഗ് ഒക്കെ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ അറേ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒരു അറേയിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും, ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു നമ്പേഴ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുത്തു, അതിൽ ലാർജസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കാം, സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ ഈവൺ നമ്പർ, ഓഡ് നമ്പർ, പ്രൈം നമ്പർ, അതിനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യുക. അങ്ങനെ ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അറേയിലത്തെ വാല്യൂസിനെ നമുക്ക് എന്തിനാ അവർ പറയുന്ന രീതിയിൽ ഫിൽട്ടർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂവിൽ ലാസ്റ്റ് ചോദിച്ചതായിരുന്നു, ഒരു അറേയിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഇടാം, അതിലെന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരും, ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂസിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, കോപ്പി വരുന്ന വാല്യൂസിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ പല കമ്പനീസും പല രീതിയിലും നമുക്ക് അറേ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഏത് സ്റ്റാക്ക്, ഇപ്പോൾ മെയിൻ സ്റ്റാക്ക് ആണെങ്കിലും പൈത്തൺ ജാങ്കോ ആണെങ്കിലും ഇപ്പോൾ .NET ആണെങ്കിലും വാട്ടെവർ ഫ്ലട്ടർ ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡെപ്ത് ആയിട്ട് അറിയണം. ഓക്കെ, അവർ നമുക്ക് ആ ലാംഗ്വേജ് നമുക്ക് അറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നത് ഈ അറേ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു ലാംഗ്വേജ് നല്ല രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള ലാംഗ്വേജ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ലാംഗ്വേജിൽ അതിൽ ഒരുപാട് ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും, ലൈബ്രറി ഉണ്ടായിരിക്കും, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും, ലൈബ്രറിയും ഫ്രെയിം വർക്ക് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു ലാംഗ്വേജിന്റെ ആ ഒരു ബേസിക് കൺസെപ്റ്റ് അത് നല്ല രീതിയിൽ പഠിക്കുക, അത് എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് അറേ റിലേറ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസിലേക്ക് പോവാം. അതും കഴിഞ്ഞിട്ട് നമുക്കൊരു എപ്പിസോഡോ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ തിയറി പോർഷനായ ആഷൻ കൂടെ ഹെഡർ ഫയലിന്റെ ആ ഒരു പോർഷനൊക്കെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്തിൽ പറയാം. ഈ ഒരു കേർലി ബ്രാക്കറ്റ് തൊട്ട് ഈ ഒരു കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളത്തെ കോഡ് മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്താൽ മതി. ഈ റിട്ടേൺ 0 ഒന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഫംഗ്ഷൻ ആണ്, അപ്പോൾ ഞാൻ ഫംഗ്ഷന്റെ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ ബോധേഡ് ആവണ്ട. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഈ ഒരു കേർലി ബ്രാക്കറ്റ് തൊട്ട് ഈ റിട്ടേൺ വരെയുള്ള കാര്യങ്ങളാണ്. അത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ നമ്മൾ ആകെ പഠിച്ചിരിക്കുന്നത് ഇൻറ്റിജറും അതേപോലെ തന്നെ ഫ്ലോട്ടും, ഈ രണ്ട് പോർഷനാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റ് എ ഓഫ് എത്ര കൊടുക്കാം, ഞാനൊരു ലിമിറ്റ് കൊടുത്തില്ല 100. ഓക്കെ, 100 വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എ എന്ന് പറഞ്ഞ വേരിയബിളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെമി കോളൻ ഇട്ടു. നെക്സ്റ്റ് എന്ത് കൊടുത്തു, നെക്സ്റ്റ് ഞാനൊരു പ്രിന്റ് എഫിൽ ഞാൻ പറഞ്ഞു, യൂസർ അടുത്ത് പറയാണ് എൻ്റർ ദ വാല്യൂസ്. അപ്പോൾ എന്ത് ചെയ്യും, യൂസർ വാല്യൂസ് എൻ്റർ ചെയ്യും. ഇപ്പോൾ അവിടെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് കൊടുക്കാൻ പറയാം. ഓക്കെ, ഞാൻ പറയാണ് എൻ്റർ ദ 10 വാല്യൂസ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയാണ് എന്ത് പറയാം, എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ, നിങ്ങൾക്ക് എത്ര നമ്പർ അടിക്കണം, അപ്പോൾ ആ ലിമിറ്റ് പറയാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാണ് എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അറയുടെ ലിമിറ്റ് അവർ പറയും. അപ്പോൾ അവർ തരുന്ന നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇപ്പോൾ ഞാൻ യൂസർ എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അറയുടെ ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, യൂസർ ഒരു ലിമിറ്റ് കൊടുക്കും, ഒരു 10 എന്നോ ഒരു 5 എന്നോ ഒരു നമ്പർ ടൈപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് അടുത്തൊരു വേരിയബിൾ ഞാൻ n എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൊടുത്തു. ഈ ഒരു വേരിയബിളിന്റെ പേരൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ എന്നും പറയുന്ന പോലെ സ്പേസ് ഇടാൻ പാടില്ല, ഫസ്റ്റ് ലെറ്റർ കൊടുക്കാൻ പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഒന്ന് കൊടുക്കാം, നിങ്ങൾക്ക് വേരിയബിളിന്റെ പേരൊക്കെ കൊടുക്കാം. ഞാൻ ഈ എന്ത് പേരെന്ന് പറയണത് അവിടെ ഏത് പേരും കൊടുക്കാന്നാണ്. പക്ഷെ നിങ്ങളൊരു കോഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു ടാസ്കിന് അനുയോജ്യമായ പേര് കൊടുക്കാൻ നോക്കും. ഇപ്പോൾ ഈ n ഒക്കെ നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ എന്ന രീതിയിലാണ് n ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇൻഡ് ആയ കാരണം %d ആംപർസൻഡ്
n. ഓക്കെ, അപ്പം എന്ത് ചെയ്തു, നമ്മൾ യൂസർ എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും, ആ ഒരു യൂസർ ലിമിറ്റ് ഒരു 10 ആണെങ്കിൽ 10, 5 ആണെങ്കിൽ 5. ഇനി അവരുടെ അടുത്ത് പറയാണ്, യൂസർ അടുത്ത് പറയണത് പ്രിന്റ് എഫിലെ എൻ്റർ ദ നമ്പർ, എൻ്റർ ദ നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, യൂസർ എൻ്റർ ദ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഈ എൻ്റർ ദ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ. ഇപ്പോൾ എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ ഒരു 10 ആണ് യൂസർ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ 10 നമ്പർ എന്ത് ചെയ്യാം, യൂസർക്ക് അടിക്കാൻ പറ്റും. ഈ 10 എന്ന് പറഞ്ഞ വാല്യൂസ് ഇപ്പോൾ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ n എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 10 നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അറേയിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുക എങ്ങനെയാണ്. ഒരു അറേയിൽ നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുക ഇൻഡെക്സ് പൊസിഷൻസ് വെച്ചിട്ടാണ്. ഇൻഡെക്സ് പൊസിഷൻ സ്റ്റോർ ചെയ്യുക എങ്ങനെ, 0th മുതലാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഷെൽഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഷെൽഫിൽ ഒരുപാട് കള്ളികളുണ്ട്. ആ കള്ളികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക ആ കള്ളികൾ. അപ്പോൾ ഓരോ കള്ളികളിലും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നോക്കി നോക്കൂ, പ്രിന്റ് എഫിൽ എൻ്റർ ദ നമ്പർ എന്ന് കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറേയിൽ വാല്യൂസ് എങ്ങനെ സ്റ്റോർ ചെയ്യാം, ഇൻഡെക്സ് പൊസിഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അറേയിൽ നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഷെൽഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഷെൽഫിൽ എന്തുണ്ട്, നമുക്ക് ഒരുപാട് കള്ളികളുണ്ട്. ഇപ്പോൾ 0th കള്ളി, ഫസ്റ്റ് കള്ളി, സെക്കൻഡ് കള്ളി, തേർഡ് കള്ളി. ഓരോ ഡാറ്റാസിനും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 0th കള്ളിയിൽ വയ്ക്കും, പിന്നെ ഫസ്റ്റ് കള്ളിയിൽ വയ്ക്കും, പിന്നെ സെക്കൻഡ് കള്ളിയിൽ, പിന്നെ തേർഡ് കള്ളി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റാസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ലിമിറ്റ് യൂസർ തന്നെ പറഞ്ഞിട്ടുള്ളത് n. ഈ n-ൽ ഇപ്പോൾ യൂസർ 10 അടിച്ചു കഴിഞ്ഞാൽ എന്തായി ലിമിറ്റ്, 10 നമ്പർ വരെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ വന്നിട്ട് ഫോർ ലൂപ്പ് കൊടുത്തു. ഫോർ ലൂപ്പിൽ ഫോർ ലൂപ്പ് കൊടുക്കണേക്ക് മുന്നേ എന്ത് ചെയ്യണം, ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഐ പറഞ്ഞിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഫോറിൽ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ യൂസറിന്റെ വാല്യൂസ് ഞാൻ എന്ത് ചെയ്യാം, യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന വാല്യൂസ് ഒക്കെ ഞാൻ എങ്ങനെയാണ് വാങ്ങാം, സ്കാൻഎഫിൽ ഞാൻ എന്ത് കൊടുത്തു, %d എന്ത് കൊടുക്കാം, സോറി, ആംപ്രസൻറ്റ് കോമ ആംപ്രസൻറ്റിലെ a of i. ഓക്കെ, അപ്പോൾ യൂസർ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പം എന്ത് ചെയ്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടിയും ഈ ഒരു കോഡ് പറയാം. ആദ്യം എന്ത് ചെയ്തു, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു int a of 100. ഓക്കെ, ഞാനൊരു ലിമിറ്റ്, ഒരു അറേയിൽ 100 വാല്യൂസ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞൊരു വേരിയബിളും ഐ എന്ന് പറഞ്ഞ വേരിയബിളും. നെക്സ്റ്റ് എന്ത് കൊടുത്തു, പ്രിന്റ് എഫിൽ എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ. അപ്പോൾ ഞാനിപ്പോൾ യൂസറൊക്കെ ഒരു 10 നമ്പറിൽ ഒരു 10 നമ്പർ കൊടുത്തു. ആ ഒരു 10 നമ്പറിൽ എന്താണ് വേണ്ടത്, ഒരു ലാർജസ്റ്റ് നമ്പറോ അല്ലെങ്കിൽ ഒരു ഈവൺ നമ്പറോ വാട്ടവർ എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്തു, സ്കാൻ എഫിൽ % ഡിയിൽ നമ്മൾ എന്ത് കൊടുത്തു, ആംപ്രസൻ n എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, യൂസർ ഒരു നമ്പർ ടൈപ്പ് ചെയ്യും 5 എന്ന്. ഓക്കെ, അപ്പോൾ 5 നമ്പർ വരെ കൊടുക്കാൻ പറ്റും. ഈ 5 എന്ന് പറഞ്ഞ നമ്പർ ഏതിലേക്ക് സ്റ്റോർ ആയി, n എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിലേക്ക് എന്തായി, സ്റ്റോർ ആയി. അതിനുശേഷം എന്ത് ചെയ്യും, പ്രിന്റ് എഫിൽ എൻ്റർ ദ നമ്പർ. ഓക്കെ, നമ്മൾ അവർ പറയാണ് നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ആ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ 5 അല്ലേ ഇവിടെ കിടക്കുന്നത്, 5 നമ്പർ വരെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോർ ലൂപ്പ് ഇട്ടു. ഫോർ ലൂപ്പിൽ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ n. n-ന്റെ വാല്യൂ എത്രയാണ്, 5 ആണ്. ഓക്കെ, ഇപ്പോൾ നോക്കി നോക്കൂ, ഐയുടെ വാല്യൂ 0, 0 ലെസ് ദാൻ 5, n-ന്റെ വാല്യൂ 5 ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. കാരണം എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ എന്ന് പറയുമ്പോൾ യൂസർ 5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ കറക്റ്റ് അല്ലേ, കണ്ടീഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ യൂസർ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ a of 0th പൊസിഷൻ എന്ന് വെച്ചാൽ അറേ 100 വരെ കൊടുക്കാം. അതിൽ 0th പൊസിഷൻ എന്ത് ചെയ്യും, യൂസർ കൊടുക്കുന്ന ഫസ്റ്റത്തെ വാല്യൂസ് എന്ത് ചെയ്യും, സ്റ്റോർ ആവും. വീണ്ടും എന്ത് ചെയ്യും, ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയും 1 ആയിരിക്കും. 1 ലെസ് ദാൻ 0, കണ്ടീഷൻ കറക്റ്റ് ആണ്. കണ്ടീഷൻ കറക്റ്റ് ആയി എന്ത് ചെയ്യും, ഐ ഓഫ് 1ലേക്ക് സ്റ്റോർ ആവും. അങ്ങനെ ഏത് വരെ വരും, 4 വരെ വരും. അപ്പോൾ 5 നമ്പർ ആയില്ലേ, 0, 1, 2, 3, 4, 5 നമ്പർ ആയില്ലേ. 5ാമത്തെ വട്ടം ഇൻക്രിമെന്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആയും ഇതൊന്ന് ലൂപ്പ് എക്സിറ്റ് ചെയ്ത് പുറത്തേക്കും. എന്ന് വെച്ചാൽ 5 നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഈ ഒരു 5 നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ യു എൻ്റർ ദ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇവിടെ ഫോർ ലൂപ്പിൽ എന്ത് കൊടുക്കാം, ഐ അസൈൻ 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ പ്രിന്റ് എഫിൽ വന്നിട്ട് %d-യിൽ ഞാൻ a of i-നെ പ്രിന്റ് ചെയ്തു. ഓക്കെ, നമുക്കൊരു സ്പേസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ചെറുതായിട്ട് സ്പേസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ റൺ ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ, എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ. ഏത് കോഡ് ആദ്യം വന്നത് കണ്ടില്ലേ, പ്രിന്റ് എഫിൽ എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു നമ്പർ കൊടുക്കും, ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കും. ഓക്കെ, എൻ്റർ ചെയ്തു, കണ്ടില്ലേ, അവർ പറയുകയാണത് എൻ്റർ ദ നമ്പർ, കണ്ടില്ലേ.
അപ്പോൾ 5 ഇപ്പോൾ 5 എന്നിൽ എന്തായി 5 ആയി. കാരണം എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ എന്ന് പറഞ്ഞു, ഞാൻ 5 കൊടുത്തു, 5 എന്നിലേക്ക് വന്നു. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി നോക്കും, എൻ്റർ ദ നമ്പർ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എത്ര കൊടുത്തു, ആദ്യം ഞാനിവിടെ 10 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ 10 എന്ന് പറഞ്ഞ വാല്യൂസ് എവിടെ സ്റ്റോർ ആവാം? ഓക്കെ, ഐ എസ് എൻ 0, ഐ ലെസ് ദാൻ എൻ, 0 ലെസ് ദാൻ 5, എന്നിന്റെ വാല്യൂ എത്രയാണ് 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു വാല്യൂവിനെ എ ഓഫ് 0th പൊസിഷൻ, ഐയുടെ വാല്യൂ 0 ആണ്, 0th പൊസിഷൻ സ്റ്റോർ ചെയ്യും. അതിനുശേഷം വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ എത്രയും 1 ആയിരിക്കും, 1 ലെസ് ദാൻ 5. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ നമ്പർ ടൈപ്പ് ചെയ്തു 14. അപ്പോൾ 1 ലെസ് ദാൻ n, കണ്ടീഷൻ കറക്റ്റ് ആണ്, എ ഓഫ് ഫസ്റ്റ് പൊസിഷൻ എന്ത് ചെയ്യും 14 എന്ന് പറഞ്ഞ നമ്പർ വരും. വീണ്ടും എന്ത് ചെയ്യും, ഐ ഇൻക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ എത്രയും 2 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ വേറൊരു നമ്പറോട് 25. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, 2 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആയി, എ ഓഫ് 2 സെക്കൻഡ് പൊസിഷൻ എന്ത് ചെയ്യും, മൂന്നാമത്തെ നമ്പർ സ്റ്റോർ ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും, ഐ ഇൻക്രിമെന്റ് ആവും, ഐ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ 3 ആവും, 3 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്. ഞാൻ എന്ത് ചെയ്തു, മൂന്നാമത്തിൽ ഞാൻ വീണ്ടും ഒരു നമ്പർ സ്റ്റോർ ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും, ഐ ഇൻക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ 4 ആവും, 4 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്, എ ഓഫ് 4th പൊസിഷനിൽ ഞാൻ വീണ്ടും ഒരു വാല്യൂ സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, 1 2 3 1 2 3 4 5, 5 നമ്പർ 0th പൊസിഷനിൽ 10, ഫസ്റ്റ് പൊസിഷനിൽ 14, സെക്കൻഡ് പൊസിഷനിൽ 25, തേർഡ് പൊസിഷനിൽ 45, 4th പൊസിഷനിൽ 50, എല്ലാ വാല്യൂസും ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുമ്പോൾ കണ്ടില്ലേ, യു എൻ്റേർഡ് ദ നമ്പർ, നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ നോക്കിക്കൂ, എ ഓഫ് ഇവിടെ റൺ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ എന്നിന്റെ വാല്യൂ എത്രയാണ് 5. ഓക്കെ, എ ഓഫ് 0th പൊസിഷനിൽ നമ്മൾ ഏതാ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് 10 അല്ലേ, 10 പ്രിന്റ് ആയി. വീണ്ടും എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ എത്രയായി 1 ആയി, 1 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് അല്ലേ, കണ്ടീഷൻ കറക്റ്റ് ആണ്, എ ഓഫ് 5 പറഞ്ഞാൽ എ ഓഫ് 1, 1ന്റെ പൊസിഷനിൽ എന്താണത് 14, കണ്ടില്ലേ 14 പ്രിന്റ് ആയി. വീണ്ടും എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ചെയ്തു, ഐയുടെ വാല്യൂ 2 ആയി, 2 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്, എ ഓഫ് സെക്കൻഡ് പൊസിഷനിൽ എന്ത് ചെയ്തു 25. അങ്ങനെ ഫുൾ ഡാറ്റാസും ഇവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കേണ്ടത്, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ അറേനെ നമുക്ക് എങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഫിൽട്ടർ ചെയ്യാം. ഇത്ര പോർഷൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവണം, എങ്ങനെയാണ് അറേയിൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യിക്കുന്നതെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ, ഈ അറേയിലത്തെ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അറേയിലത്തെ വാല്യൂസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യണം, പല രീതിയിലും ഫിൽട്ടർ ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് ചെറിയ ചെറിയ ഫിൽട്രേഷൻ, ഇപ്പോൾ ഈവൺ നമ്പർ കണ്ടുപിടിക്കുക, ഓഡ് നമ്പർ കണ്ടുപിടിക്കുക, പ്രൈം നമ്പർ കണ്ടുപിടിക്കുക, ലാർജസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ, പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ, സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യുക. ഈ സോർട്ട് ചെയ്യുമ്പോൾ തന്നെ പല സോർട്ടിംഗ് മെത്തേഡ് ഉണ്ട്, ബബിൾ സോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോർട്ടിംഗ് മെത്തേഡ് തന്നെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പിന്നെ അറേയിലത്തെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറിനെ കണ്ടുപിടിക്കുക, ഡിലീറ്റ് ചെയ്ത് കളയുക, പ്രൈം നമ്പറിനെ കണ്ടുപിടിക്കുക, ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അറേയിലത്തെ വാല്യൂസിനെ പല രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും നമ്മൾ അറേയിൽ വാല്യൂസിനെ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചു, അതിനെ നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞാനിവിടെ പറയുകയാണ്, എനിക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ്, ഈവൺ നമ്പറിനെ മാത്രമാണ് എനിക്ക് പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ. ഓക്കെ അല്ലേ, എനിക്കിവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഞാൻ കൊടുത്ത വാല്യൂസ് മൊത്തം ഇവിടെ വന്നു. ഇനി ഞാൻ ഇവിടെ പറയുകയാണ്, എനിക്ക് ഈവൺ നമ്പേഴ്സിനെ മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എനിക്കിവിടെ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഈ ഈവൺ നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുക്കും. ഓക്കെ, നമ്മൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ ആകെ ഇഫ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചായിരുന്നു, നമുക്ക് അതേപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇഫ് ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇഫ് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ എന്ത് ചെയ്തു, കണ്ടീഷൻ എഴുതി, എ ഓഫ് ഐ മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റ് എഫിൽ വന്നിട്ട് %d സ്പേസിൽ ഞാൻ എ ഓഫ് ഐ. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു കോഡ് ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ കൊടുത്തു, എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ, ഞാൻ 5 കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ നമ്പർ കൊടുത്തു 11 23 89 74 80. ഓക്കെ, എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലേ 14 74 80. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു കോഡിനെ എക്സിക്യൂട്ട് ചെയ്യണം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് മുതൽ ഒന്നുകൂടി നമുക്ക് നോക്കി നോക്കാം. നോക്കി നോക്കൂ, ഫസ്റ്റ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് എ ഓഫ് 100. എ ഓഫ് 100 എന്ന് പറഞ്ഞാൽ അറേക്ക് നമുക്ക് അത്രയും നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസർ എത്ര നമ്പറാണ് കൊടുക്കണം നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ NI നമ്മൾ രണ്ട് വേരിയബിളും ഡിക്ലെയർ ചെയ്തു. പ്രിന്റ് എഫിൽ എൻ്റർ ദ ലിമിറ്റ് ഓഫ് എൻ അറേ, നമ്മൾ യൂസർ അടുത്ത് തന്നെ പറയുകയാണ് നിങ്ങൾക്ക് എത്ര നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. ആ 5നെ നമ്മൾ എന്ത് ചെയ്തു, n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇപ്പോൾ ആക്ച്വലി n എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു, പ്രിന്റ് എഫിൽ എൻ്റർ ദ നമ്പർ, ആ ഒരു നമ്പറിനെ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ യൂസർ എന്ത് ചെയ്യും, നമ്പർ എൻ്റർ ചെയ്യും. എത്ര നമ്പർ വരെ എൻ്റർ ചെയ്യാം, 5 നമ്പർ വരെ എൻ്റർ ചെയ്യാം, കാരണം n ന്റെ വാല്യൂ എത്രയാണ്, 5 ആണ്.
അറയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുക? സീറോത്ത് ഇൻഡെക്സ് പൊസിഷൻ മുതലാണ് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ടാണ് ഐയുടെ വാല്യൂ എന്ത് കൊടുത്തിരിക്കുന്നത്? നമ്മൾ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഐ ലെസ് ദാൻ എൻ, ഐയുടെ വാല്യൂ സീറോ ആണ്. ഐ ലെസ് ദാൻ എൻ, എന്നിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. സീറോ ലെസ് ദാൻ 5, കണ്ടീഷൻ കറക്റ്റ് അല്ലേ? കണ്ടീഷൻ കറക്റ്റ് ആണ്. അപ്പൊ എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എ ഓഫ് സീറോ ആണ്. എ ഓഫ് സീറോയില് യൂസർ ടൈപ്പ് ചെയ്യുന്ന ഫസ്റ്റ് വാല്യൂസ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. 14 ആണ് എന്ത് ചെയ്യുന്നത്? യൂസർ ടൈപ്പ് ചെയ്യുന്ന ഫസ്റ്റ് വാല്യൂസ്. വീണ്ടും എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ 1 ആവും. 1 ലെസ് ദാൻ 5, കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് 1 23. ഓക്കെ, വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയും 2 ആയിരിക്കും. 2 ലെസ് ദാൻ 5, കണ്ടീഷൻ കറക്റ്റ് ആവും. 2ൽ എന്ത് ചെയ്യും? 89. അങ്ങനെ 3ല് 74, പിന്നെ 4th 80, അങ്ങനെ 0th 14, അതേപോലെ സെക്കൻഡ് പൊസിഷനിൽ 23, ഫസ്റ്റ് പൊസിഷനിൽ 23, സെക്കൻഡ് പൊസിഷനിൽ 89, തേർഡ് പൊസിഷനിൽ 74, ഫോർത്ത് പൊസിഷനിൽ 18. ഇങ്ങനെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ എ ഓഫ് സീറോയിൽ എന്തുണ്ട്? 14 ഉണ്ട്. എ ഓഫ് 1ൽ 23 ഉണ്ട്. എ ഓഫ് 2ൽ 89 ഉണ്ട്. എ ഓഫ് 3ൽ 74 ഉണ്ട്. എ ഓഫ് 4ൽ 18 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പ്രിന്റ് ചെയ്യിക്കണ്ടേ? 0, 1, 2, 3, 4ലല്ലേ ഇപ്പോൾ ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ ലൂപ്പ് കൊടുക്കേണ്ടി വരും. പ്രിന്റ് എഫിൽ യു എൻ്റർ ദ നമ്പർ, അതാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. യു എൻ്റർ ദ നമ്പർ. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഐ അസൈൻ 0, ഐ അസൈൻ 0, ഐ ലെസ് ദാൻ എൻ, എന്നിന്റെ വാല്യൂ എത്രയാണ്? 5. കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ നേരെ ഇതിലേക്ക് വരും. എ ഓഫ് ഐ, എ ഓഫ് ഐയിൽ എന്താണുള്ളത്? 14 ആണുള്ളത് അല്ലെ? എ ഓഫ് 0 ആണ് അല്ലെ? ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എ ഓഫ് ഐ 0 ആണ്. എ ഓഫ് 0യിൽ ഇത് ഡാറ്റ ഇരിക്കുന്നത് 14 ആണ് ഇരിക്കുന്നത്. 14 മോഡുലസ് 2 ഈക്വൽ ടു 0. ഈ മോഡുലസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 എന്ന് പറഞ്ഞ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ, ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി, എല്ലാം ഈവൺ നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക അല്ലെ? അപ്പോൾ 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും? പ്രിന്റ് എഫിൽ പെർസെന്റേജ് ഡിലെ ആ ഒരു നമ്പറിനെ പ്രിന്റ് ചെയ്യും. അപ്പൊ 14 എന്താണ്? പിന്നെ 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ല, അതുകൊണ്ട് 14 പ്രിന്റ് ആയി. വീണ്ടും എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ 1 ആയി. 1 ലെസ് ദാൻ 5, കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് 1, എ ഓഫ് 1ൽ എന്താണുള്ളത്? 23 ആണുള്ളത്. 23 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ? അല്ല. 23 മോഡുലസ് 2 ഈക്വൽ ടു 0 അല്ല. 23നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിമൈൻഡർ ഒരിക്കലും 0 വരില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഈ ഒരു കർലി ബ്രാക്കറ്റ്, ഈ ഒരു കർലി ബ്രാക്കറ്റിനടുത്ത് കൂടെ എന്ത് ചെയ്യില്ല? എക്സിക്യൂട്ട് ചെയ്യില്ല. വീണ്ടും എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയും? 2 ആയി. 2 ലെസ് ദാൻ 5, കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് 2ൽ എന്താണുള്ളത്? എ ഓഫ് 2ൽ 89 ആണുള്ളത്. 89 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ? അല്ല. കാരണം 89 ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരിക്കലും റിമൈൻഡർ നമുക്ക് കിട്ടില്ല, 0 കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യില്ല? ഈ ഒരു കർലി ബ്രാക്കറ്റ് ഇട്ട് ഈ ഒരു കർലി ബ്രാക്കറ്റ് എടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. വീണ്ടും എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ആയി. ഐയുടെ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ 5, കണ്ടീഷൻ കറക്റ്റ് ആയി. തേർഡ് പൊസിഷനിൽ എന്താണുള്ളത്? 74 ആണുള്ളത് അല്ലെ? 74 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണ്. 74 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു പ്രിന്റ് എഫിൽ 74 പ്രിന്റ് ആവും. അതാണ് നമുക്ക് ഇവിടെ 74 പ്രിന്റ് ആയത്. വീണ്ടും എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ 4 ആവും. 4 ലെസ് ദാൻ 5, കണ്ടീഷൻ കറക്റ്റ് ആണോ? കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് ഫോർത്ത് പൊസിഷൻ ഏതാണ്? 18 ആണുള്ളത്. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? 18 കൂടി ഇവിടെ പ്രിന്റ് ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ആയി. ഐയുടെ വാല്യൂ എത്രയും? 5 ആയി. 5 ലെസ് ദാൻ 5, കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മൾ ഒരു അറേ കൊടുത്തു. ആ അറേന്ന് ഈവൺ നമ്പറിനെ മാത്രം പ്രിന്റ് ചെയ്യിച്ചു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അറേനെ ഓഡ് നമ്പർ എടുക്കണം. ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ റിമൈൻഡർ 1 കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ കുറച്ചൊരു നമ്പർ കൊടുത്തു, 5 കൊടുത്തു. കണ്ടില്ലേ? ഓഡ് നമ്പേഴ്സ് മാത്രം ഇവിടെ പ്രിന്റ് ആയി. ഓക്കെ അല്ലേ? അത് നിങ്ങൾ നിങ്ങളുടേതായ ലോജിക്ക് അനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് നോട്ട് ഈക്വൽ ടു 0, 0 അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും? വർക്കായിരിക്കും. 4, 78, 93, 25, 12, 30. കണ്ടില്ലേ? അപ്പോഴും ഈ ഒരു പോർഷൻസ് വർക്കായിരിക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ലോജിക്ക് നിങ്ങൾ ഇതേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈമിലെല്ലാം നിങ്ങൾക്ക് ആ ലോജിക്ക് ഒന്നും വരില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈമിനെ ഇതൊക്കെ ഒരാൾ തിങ്ക് ചെയ്തിട്ട് എങ്ങനെ എടുത്തൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഇതേപോലത്തെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് തന്നെ ആർക്കും ഇതിനൊന്നും ലോജിക്ക് ഫസ്റ്റ് തന്നെ കിട്ടില്ല. അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കേണ്ട. ഇതുപോലെ റിലേറ്റഡ് ആയി എന്ന് വെച്ചാൽ എന്താണ്?
ലാർജസ്റ്റ് നമ്പർ കാണാം, സ്മോളസ്റ്റ് നമ്പർ കാണാം, ഈവൻ നമ്പർ കാണാം, ഓഡ് നമ്പർ കാണാം, സെക്കൻഡ് ലാർജസ്റ്റ്, സെക്കൻഡ് സ്മോളസ്റ്റ്, പ്രൈം നമ്പർ, അങ്ങനെ അറയുടെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഒരു ബേസിക്സ് രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് നോക്കുക. റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയയും ഒരു നോളജും അവിടെ നിന്ന് വരും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫിൽറ്ററിംഗ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇത്രയും ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള ഫിൽട്രേഷൻ ഒക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോർഷൻ കൂടി നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ട്യൂട്ടോറിയൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ബേസ് ക്ലാസ് പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു അറയിലെ കുറച്ച് ബേസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറയുടെ മാക്സിമം എന്ന് വെച്ചാൽ ലാർജസ്റ്റ് നമ്പർ അറയിൽ വാല്യൂ കൊടുത്തു, അതിലെ ഒരു ബിഗ്ഗസ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇനിയുള്ള പ്രോഗ്രാം. അപ്പോൾ ഞാനൊരു അറേ കൊടുത്തു, അറയുടെ വാല്യൂസ് എന്താണ് 78, 93, 25, 12, 30 അല്ലേ, ഇതിലെ ഒരു ബിഗ്ഗസ്റ്റ് നമ്പറിനെ എനിക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അപ്പോൾ ആ കോഡും കൂടി നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ബിഗ്ഗസ്റ്റ് നമ്പറിനെ നമുക്ക് ഇവിടെ ചെയ്യാൻ നോക്കി നോക്കാം. ഞാൻ അതിന് വേണ്ടി എന്ത് ചെയ്തു, ഒരു വേരിയബിൾ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്തു, മാക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, മാക്സിമം എന്നോ മാക്സ് എന്നോ വാട്ടോ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനിവിടെ വന്നിട്ട് ഒരു ഇത് കൊടുത്തു, മാക്സിമം അസൈൻ എ ഓഫ് 0. ഓക്കെ, എ ഓഫ് 0 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഏതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു, മാക്സിമം എന്ന് പറഞ്ഞ വാല്യൂലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ മാക്സ് നോട്ട് കൊടുത്തു, എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ മാക്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് മാക്സിലേക്ക് എന്തിനെ വെച്ചു, എ ഓഫ് ഐനെ വെച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ലാസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് എഫിൽ ഞാൻ ലാർജസ്റ്റ് നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി എന്ത് കൊടുക്കാം, ഞാൻ ഇവിടെ വന്നിട്ട് മാക്സിമം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വയ്ക്കാം, മാക്സിമം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, വർക്ക് ആവുന്നുണ്ടോ നോക്കി നോക്കാം. എന്നിട്ട് ഞാൻ അതിനുശേഷം ഈ കോഡൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, എ ഓഫ് ഓക്കെ സെമി കോളൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, മാക്സ് അല്ല മാക്സിമം, സോറി, മാക്സിമം. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ് ഓഫ് ആൻ അറേ 5, നമ്പർ ടൈപ്പ് ചെയ്യാം 87, 96, 32, 40. നോക്കി നോക്കൂ, ലാർജസ്റ്റ് നമ്പർ ഈസ് 96. ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഒരു 5 കൊടുത്തു, 12, 78, 32, 42, 9, 78. ഓക്കെ, കോഡ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാന്ന് കൂടി പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് എങ്ങനെയാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണത് നോക്കി നോക്കൂ. ഇൻറ്റ് എ ഓഫ് 100 അല്ലേ, അറയുടെ ലിമിറ്റ് 100 ആണ്. NI പിന്നെ മാക്സിമം എന്ന് പറഞ്ഞ ഒരു വേരിയബിളും കൂടി ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ആ പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ബേസിക്സിൽ നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കോഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഫസ്റ്റ് ഒരു ബിഗിനർ എന്ന രീതിയിൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ പറ്റില്ല എന്ന് മീൻസ് നിങ്ങൾ കുറച്ച് ട്രൈ ചെയ്യണം, എങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു പോർഷൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പ്രിന്റ് എഫിൽ ഫസ്റ്റ് എന്ത് കൊടുത്തു, എൻ്റർ ദ ലിമിറ്റ് ഓഫ് ആൻ അറേ കൊടുത്തു, യൂസർ എന്ത് ചെയ്യും, ഒരു നമ്പർ കൊടുത്തു, 5 എന്ന് കൊടുത്തു. ആ 5 എന്ത് ചെയ്തു, n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞു, നിങ്ങൾ ആ ഒരു 5 നമ്പർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. 5 നമ്പർ ടൈപ്പ് ചെയ്ത് ആ 5 0th പൊസിഷൻ മുതൽ 4th പൊസിഷൻ വരെ എന്ത് ചെയ്തു, അറേയിൽ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ 5 എന്ന് പറഞ്ഞത് എന്നിലേക്ക് വന്നു. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എ ഓഫ് 0th പൊസിഷനിൽ 12ഉം, ഫസ്റ്റ് പൊസിഷനിൽ 78ഉം, സെക്കൻഡ് പൊസിഷനിൽ 32ഉം, തേർഡ് പൊസിഷനിൽ 54ഉം, ഫോർത്ത് പൊസിഷനിൽ 9ഉം സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എ ഓഫ് 0 എടുത്തിട്ട് എന്ത് ചെയ്തു, മാക്സിമത്തിലേക്ക് വെച്ചു. എ ഓഫ് 0 എന്താണുള്ളത്, 12 ആണ് എ ഓഫ് 0 ഉള്ളത്. അതിനെടുത്തിട്ട് മാക്സിമത്തിലേക്ക് വെച്ചു. അപ്പോൾ മാക്സിമത്തിന്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 12 ആണ് മാക്സിമത്തിലുള്ളത്. അതിനുശേഷം എന്ത് ചെയ്തു, ഐ അസൈൻ 0, ഐ ലെസ് ദാൻ n. ഐയുടെ വാല്യൂ 0 ആണ്, എൻ്റെ വാല്യൂ 5 ആണ്. 0 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാണ് എന്ത്, എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 അല്ലേ, 12 ആണ്. 12 ഗ്രേറ്റർ ദാൻ 12, കണ്ടീഷൻ എന്താ, ഫോൾസ് ആണ്. ഫോൾസ് ആയി കാരണം എന്ത് ചെയ്യില്ല, ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. വീണ്ടും എന്ത് ചെയ്യും, ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയും 1 ആയിരിക്കും. 1 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്.
എ ഓഫ് വണ്ണിൽ എന്താ ഉള്ളത്? എ ഓഫ് വണ്ണിൽ 78 ആണുള്ളത് അല്ലേ? അപ്പോൾ 78 ഗ്രേറ്റർ ദാൻ എന്താ വന്നത്? മാക്സിമത്തിൽ 12. കണ്ടീഷൻ കറക്റ്റ് അല്ലേ? 78 ഗ്രേറ്റർ ദാൻ 12 കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു എ ഓഫ് ഐ എന്താണ് 78. 78 എടുത്തിട്ട് എന്ത് ചെയ്യും? മാക്സിമത്തിലേക്ക് വയ്ക്കും. 78 എടുത്തിട്ട് മാക്സിമത്തിലേക്ക് വയ്ക്കും. ഓക്കെ, ഇപ്പൊ മാക്സിമത്തിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 78 ആണ് മാർക്ക് ചെയ്തത്. അതിന് വീണ്ടും ശേഷം എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. സോറി 2 ആയിരിക്കും. ഇപ്പോൾ 2 ലെസ് ദാൻ 5. 2 ലെസ് ദാൻ 5 ആയി എന്ത് ചെയ്യും? കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് 2ൽ എന്ത് വാല്യൂ ഉള്ളത്? 32 ഉള്ളത്. മാക്സിമത്തിലാണ് 78 ഉള്ളത്. 32 ഗ്രേറ്റർ ദാൻ 78 ആണോ? അല്ല, കണ്ടീഷൻ കറക്റ്റ് അല്ല. എന്ത് ചെയ്യില്ല? ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. വീണ്ടും എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. 3 ലെസ് ദാൻ 5. കണ്ടീഷൻ കറക്റ്റ് ആണോ? കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എ ഓഫ് 3 ആണ്. എ ഓഫ് 3ൽ എന്താ ഉള്ളത്? 54 ആണുള്ളത്. അപ്പോൾ 54 ഗ്രേറ്റർ ദാൻ മാക്സിമത്തിൽ എന്താ ഉള്ളത്? 78 ഉള്ളത്. 54 ഗ്രേറ്റർ ദാൻ 78. കണ്ടീഷൻ കറക്റ്റ് ആണോ? കണ്ടീഷൻ കറക്റ്റ് അല്ല. അപ്പോൾ ഈ കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യില്ല. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയായി? 9 ആയി. സോറി 4 ആയി. 4 ലെസ് ദാൻ 5. കണ്ടീഷൻ കറക്റ്റ് ആണോ? കണ്ടീഷൻ കറക്റ്റ് ആണ്. അതിനുശേഷം എന്ത് ചെയ്തു? എ ഓഫ് 4ൽ 9 ആണുള്ളത്. 9 ഗ്രേറ്റർ ദാൻ 78. കണ്ടീഷൻ കറക്റ്റ് ആണോ? കണ്ടീഷൻ കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. വീണ്ടും ഐയുടെ വാല്യൂ എന്തായി? ഐയുടെ വാല്യൂ 5 ആയി. 5 ലെസ് ദാൻ 5. കണ്ടീഷൻ ഫോൾസ് ആയി. ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് പുറത്തു പോയി. അപ്പോൾ ഫൈനലി ഈ ഒരു മാക്സിമത്തിൽ എന്ത് വാല്യൂ ഇരിക്കുന്നത്? 78 ആണ് ഇരിക്കുന്നത്. ആ 78നെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ലാസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കോഡിന്റെ മൂവ്മെന്റിനോടൊപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു പോർഷൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആകെ 2 പോർഷൻസ് ചെയ്ത് ഈവൺ നമ്പർ, ഓഡ് നമ്പർ, പിന്നെ മാക്സിമം. ഇതേപോലെ നിങ്ങൾ സ്മോളസ്റ്റ് നമ്പറെ കണ്ടുപിടിക്കാൻ നോക്കുക. സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറേയും സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പറേയും കണ്ടുപിടിക്കാൻ നോക്കുക. പിന്നെ പറ്റുമെങ്കിൽ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യാൻ പറ്റും. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്ത് ചെയ്യാം? ആ ഒരു പോർഷനും കൂടി നമുക്ക് പറയാം. നമ്മളൊരു 10 എപ്പിസോഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ സിയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കണം. എന്താണ് ഫോർ ലൂപ്പ്, എന്താണ് ആ ഒരു ഡാറ്റ ടൈപ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളൊരു ഭയങ്കര രീതിയിൽ ഒരു ഇൻഡെപ്ത് ആയ രീതിയിൽ നമുക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി ക്ലാസ് വേണ്ടി വരും. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെഡർ ഫയലും അതേപോലെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പറയാം. ഒരു ബേസിക്സ് രീതിയിൽ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്ര പോർഷൻസ് നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽ എന്ന് വെച്ചാൽ സോർട്ടിങ്ങും കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, ഫംഗ്ഷൻസ്, ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റത്തെ 2 ക്ലാസ്സിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഹെഡർ ഫയലിന്റെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഞാൻ എന്ത് ചെയ്യാം? ഇൻഡെപ്ത് ആയിട്ട് പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരും ഈ ഒരു പോർഷൻസ് നല്ല രീതിയിൽ നോക്കി വെക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലത്തെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്യണം. ഓക്കെ, എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.